എന്റെ ഈശോയെ, ഞാൻ എന്നാ ഈ കേൾക്കുന്നേ? ഇവനൊക്കെ പഞ്ചാര അടിക്കാൻ മഠത്തിലെ പെമ്പിളരെ കിട്ടിയുള്ളൂ. മദർ നേരിട്ട് പ്രിൻസിപ്പലിന്റെ അടുത്ത് ചെന്ന് കംപ്ലൈന്റ് ചെയ്യണം. അവൻ അങ്ങനെ വിടാൻ പാടില്ല. ചാൾസ് ഒനാസിസ് ജൂനിയർ എന്നാ അയാളുടെ പേര്. എന്നാ വാങ്ങാത്തവരാണെങ്കിലും ആയിക്കോട്ടെ. ഇതൊക്കെ ഒരുതരം മായകളാ മക്കളെ. ജൂനിയർ ഇങ്ങനാണെങ്കിൽ അവന്റെ തന്ത സീനിയർ എന്തായിരിക്കും സാധനം? എന്റെ ഈശോയെ, എന്റെ കുഞ്ഞാടുകളെ നീ കാത്തോണേ. അന്നയുടെ പുറകെ അയാൾ ഇപ്പൊ കൂടിയിരിക്കുന്നത് കണ്ടിട്ട് വലിയ പണക്കാരനാണെന്ന് തോന്നുന്നു. പണക്കാരനായോണ്ടായിരിക്കും കോളേജ് ക്യാമ്പസിൽ ഉള്ളിവടയും ചായ മിക്കാൻ നടക്കുന്നത്. അയാളാണ് മദർ കോളേജ് ക്യാൻറ്റീൻ കോൺട്രാക്ട് എടുത്തിരിക്കുന്നത്. ഇന്ന് എല്ലാ സാധനങ്ങളും ഫ്രീ ആയിട്ടാ തന്നത്. ആരെന്ത് ഫ്രീ ആയിട്ട് തന്നാലും നിങ്ങൾ വാങ്ങൂ? ആദ്യമൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ടായിരിക്കും തരുന്നത്. ഇത് കഴിഞ്ഞിട്ട് കാര്യമായിട്ടൊരു തെരിയില് തരും. അന്നേരം കരഞ്ഞത് കൊണ്ടോ സൂയിസൈഡ് പോയിന്റ് പോയി ചാടി കൊണ്ടോ കാര്യമില്ല. ആ വിലത്തിലില്ലായിരുന്നു അവിടെ. അച്ഛന് ഏറ്റവും വലിയ പ്രശ്നം 2 ഐസ്ക്രീം കിട്ടിയപ്പോ അച്ഛനും അയാളുടെ പക്ഷത്തായി. എന്റെ ഗുരുത്തി മാതാവേ, എന്റെ തല പിളരുന്നു. എവിടെ നിങ്ങളുടെ ജപമാല? പോയി മുട്ടുകാലിൽ നിന്ന് ജപമാല ചൊല്ല്. പരീക്ഷണങ്ങളിൽ ഞങ്ങളെ അകപ്പെടുത്തരുതെന്നും ആശ കടക്കാനുള്ള കരുത്ത് തരണമെന്നും മുട്ടിപ്പായി നിന്ന് പ്രാർത്ഥിക്കും. ചെല്ല്. Who ordered Japan cutlet here, students? Nobody ordered? Silence, please. It's correct, father. But my boss Charles Onassis Junior എന്നോട് പറഞ്ഞിരിക്കുന്നത് സൈലൻസ് പ്ലീസ് എന്നല്ല, സെർവ് പ്ലീസ് എന്നാണ്. ആരെന്ത് ചോദിച്ചാലും കൊടുക്കുക, ആരെന്ത് തന്നാലും മേടിക്കുക. What do you want, father? ഉഗാണ്ടൻ ബോണ്ട, ഉട്ടോപ്യൻ ഉഴുന്നുവട, കാനഡ കട്ട്ലറ്റ്, ഒരു ചൈനീസ് ചമ്മന്തി? Stupid. അത് 10 മിനിറ്റിനുള്ളിൽ റെഡിയാക്കി തരാം, ഫാദർ. ഗുഡ് ആഫ്റ്റർനൂൺ ഫാദേഴ്സ്, മദേഴ്സ്, സിസ്റ്റേഴ്സ് ആൻഡ് മൈ ലവേഴ്സ്. ഭക്ഷണകാര്യത്തിൽ നിങ്ങൾ പൂർണ്ണ തൃപ്തരാണെന്ന് എനിക്കറിയാം. ഷൂ പറയാനല്ല ഞാൻ തന്നെ ഇങ്ങോട്ട് വിട്ടത്. ആദ്യം മാന്യമായി സെർവ് ചെയ്യാൻ പഠിക്കണം. കീപ് ഇറ്റ് ഹിയർ. ഇതൊരു 5 സ്റ്റാർ കോളേജ് ആക്കി മാറ്റുകയാണ് നമ്മുടെ ലക്ഷ്യം. പഠിത്ത കാര്യത്തിൽ നിങ്ങൾ വളരെ പിന്നിലാണെങ്കിലും ഭക്ഷണ കാര്യത്തിൽ നമ്മൾ പൂർണ്ണ വിജയം കൈവരിക്കുക തന്നെ ചെയ്യും. ഇതുപോലൊരു അടിയുടെ ശബ്ദം നേരത്തെ ഞാൻ കേട്ടിരുന്നു. ഫാദറിന്റെ കൈകൊണ്ട് കിട്ടുന്ന അടി അതൊരു മഹാഭാഗ്യമാണ്. എനിക്കത് കിട്ടിയില്ലെന്നോർത്ത് ഞാൻ ഖേദിക്കുന്നു. ഇവിടെ വാ പൊളിച്ചത് കണ്ട് അടുക്കളയിൽ ചെന്ന് ബേസിലെല്ലാം തൂത്തെടുത്ത് ഫാദർ ഗബ്രിയലിന് ചിക്കൻ ഗുലാബി ഉണ്ടാക്കി കൊടുക്കണം. ചില്ലി കുറച്ച് വരെ ഫാദർ, ചില്ലി കുറച്ച്. ദാ ഇരിക്കുന്ന കുട്ടി ജപ്പാൻ കട്ട്ലേറ്റിന് ഓർഡർ ചെയ്തിരുന്നു. കർത്താവിന്റെ ദാസനായ ഞങ്ങളുടെ മനസ്സ് കഴിഞ്ഞാൽ എനിക്കിതൊക്കെ സെർവ് ചെയ്യാമായിരുന്നു. ഞാനിതൊക്കെ സെർവ് ചെയ്തോട്ടെ ഫാദർ ഗബ്രിയൽ അച്ചോ. എന്റെ ഹൃദയശ്വരിക്ക് വേണ്ടി ഈ ഉള്ളവന്റെ ലോല ഹൃദയം മൈദമാവിൽ മുക്കി പൊരിച്ചെടുത്ത കട്ട്ലേറ്റാ ഈ അനുരാഗ കട്ട്ലേറ്റ്. തീവ്രമായ എന്റെ പ്രേമത്തെ തിരസ്കരിക്കരുത്, എന്നെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കരുത്. ഞാൻ കാട്ടുനാക്കാൻ നോക്കുന്നത്, ഞാൻ പോവാ. ഇതിനകത്തിരുന്ന് ഫാദർ വല്ലാണ്ട് കറുത്തു. വാട്ട്സ് ദി പ്രോബ്ലം? ഇത്രയും വലിയൊരു തുക ഞാനിപ്പോ എവിടെ നിന്ന് ഉണ്ടാക്കാനാ? അയ്യോ, അങ്ങനെ പറയരുത്. എനിക്കതിന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? എല്ലാ രീതിയിലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ചിലപ്പോ ഈ പറഞ്ഞ തുക ഉടനെ ശരിയായേക്കും. എങ്ങനെയെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യണം. അനാഥനായി വളർന്നവനാ ഞാൻ, ആരും സഹായത്തിനില്ലാത്തവനോ. എങ്കിലും പ്രതീക്ഷ കൈവിടാത്തൊരു മനസ്സുണ്ട്. ഉടനെ ഞാൻ എത്തിക്കൊള്ളാം. താങ്ക് യു വെരി മച്ച്. എവിടെ അച്ഛൻ? 48. എന്നെ മറച്ചു വെച്ചുകൊണ്ടുള്ള നിന്റെ ഈ ഫോൺ വിളി നിന്നെ പരിചയപ്പെട്ട നാൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണ്. ആരോരും ഇല്ലാത്തവനാണ് നീ എന്ന് ഫോണിൽ കൂടെ പറയുന്നത് കേട്ടു. എന്താ, ഞാൻ നിന്റെ ആരുമല്ലേ? അതോ എന്നെ ആരും ആക്കാൻ കൊള്ളത്തില്ലേ? നിങ്ങളും കൂടി നഷ്ടപ്പെടരുതെന്ന് വിചാരിച്ചാ ഞാനൊന്നും പറയാഞ്ഞത്. എന്റെ പ്രശ്നങ്ങൾ അറിഞ്ഞാ ചിലപ്പോ എത്ര വലിയ സുഹൃത്തും എന്നെ കൈവിടിയും. കൈവെടിയും കാൽവെടിയും ഒക്കെ കയ്യിലിരിക്കട്ടെ, കുറച്ചൊക്കെ നിന്റെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നോക്ക്, എനിക്കുണ്ട് ഫ്ലാഷ് ബാക്കുകൾ ഏറെ. പക്ഷെ ഞാനൊന്നും ഓർക്കാൻ ശ്രമിക്കാറില്ല. കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം കൊണ്ടും കൊടുത്തും ഈ കുറയ്ക്കനാലിൽ ജീവിച്ചു മരിക്കുക, അത്രയേ ഉള്ളൂ എന്റെ സ്വപ്നം. നിനക്കിപ്പോ ഒരു വലിയ തുക വേണം. നമുക്ക് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ അന്ന നടപ്പിലാക്കാം. കള്ള് പൗലോസിന്റെ കയ്യിൽ നിന്ന് തന്നെ കാശടിച്ചെടുക്കാം. അന്ന വീണാ പിന്നെ നീ മന്നൻ, ഇന്ത ഊருக்கு നീ രാജ. വാ, നമുക്ക് കെണി ഒരുക്കാം. ഓ, അതെ, താൻ പ്ലാൻ ചെയ്ത എല്ലാ പരിപാടികളും കുളമായിട്ടുണ്ട്.
ഇനി ഇതെങ്കിലും എനിക്കൊന്ന് ഭംഗിയായിട്ട് ചെയ്തു തരണേ. നീ പോടാ അവിടെ. ചരട് വരിയിൽ ഞാൻ പണ്ടേ ഒരു ചാണക്യനാണ്. ഓഹോ, കൃത്യസമയത്ത് ഞാൻ പറഞ്ഞതുപോലെ നീ അങ്ങ് ചെയ്താൽ മതി. അയ്യോ, ഇതെന്തോന്ന് ചെടി? ചൊറിയണം. മാന്തിക്കോ. ഇതാരോ മനഃപൂർവ്വം ചെയ്തതാ. വെറുതെ ഡൗട്ടാണത്. എന്റെ മോൾക്കൊന്നും പറ്റില്ല. പിടിക്കാൻ പറഞ്ഞത് ഒരാൾ ആപത്തിപ്പെടുമ്പോ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും പറയണോ? എന്റെ ഹലോ, ഒരാളല്ലല്ലോ, ഒത്തിരി പേര് വീണില്ലേ? അവരാരും താൻ രക്ഷപ്പെടുത്താതെന്താ? എല്ലാവരും കൂടി ഒരുമിച്ച് താങ്ങില്ല നീയ. മാത്രമല്ല, അന്ന എന്റെ പെണ്ണാണ്. എനിക്ക് അന്നയും അന്നയ്ക്ക് ഞാനും മാത്രമേ ഉള്ളൂ. 1000 അരയണങ്ങളുടെ കൂട്ടത്തിൽ അന്ന നിന്നാലും എന്റെ അന്നയെ ഞാൻ തിരിച്ചറിയും. അവളെ ഞാൻ രക്ഷിക്കും, അവളെ ഞാൻ സ്വന്തമാക്കും. മേഡ് ഫോർ ഈച്ച് അതർ അല്ല അന്ന? അയ്യോ, പ്രീതമിനെ താനെന്ന് വിളിക്കുന്നത് എന്തിനാ അന്ന? ഉള്ളിൽ സ്നേഹം വെച്ചോണ്ട് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? നോക്കിയേ, ഞങ്ങൾ ഒന്നായി അലിഞ്ഞു ചേരാൻ പോകുന്നവരാണ്. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ്. നിങ്ങൾ കാണുന്നില്ല ഇയാള് കാണിക്കുന്ന കോപ്രായം? നോക്കി നിൽക്കും ആമ്പിളാരെന്ന് പറഞ്ഞ്. ഇതാണ് അസൂയ. ഈ സുന്ദരിക്ക് ഈ സുന്ദരനെ പ്രേമിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ നോ ചാൻസ്. ഈ ചാൾസ് അന്നയ്ക്ക് മാത്രമുള്ളതാണ്. ക്യാൻറ്റീൻ കോൺട്രാക്ട് എടുക്കാൻ വന്ന അത്രയ്ക്ക് ഷൈൻ ചെയ്യണ്ട. അതിന് ഞങ്ങൾ ഇവിടെ ഉണ്ട്. അതിന് അനിയം പോരാ. അവരോട് പറയാനേ നമ്മൾ ഒന്നാണെന്ന്. അന്ന പറയൂ, അന്നയ്ക്ക് എന്നോട് സ്നേഹമുണ്ടോ? തുറന്ന് പറയൂ അന്ന. അടിക്കല. അന്നയുടെ സ്നേഹം കിട്ടാൻ വേണ്ടി ഈ ചാൾസ് ജീവൻ പോലും കളയാൻ തയ്യാറാണ്. അല്ലടാ പ്രേമകാന്തി. അന്നയുടെ പ്രേമം കിട്ടാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും ബലിയർപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന പ്രേമകാന്തി. പക്ഷെ അന്ന ഐ ലവ് യു ചാൾസ് ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ നിന്റെ ഒന്ന് പൊടി പോലെ ശോഭരാജ്, ഈ പ്രണയ സംഘടനത്തിൽ ഞാൻ മരിച്ചുപോയാൽ നീ എനിക്കൊരു പ്രണയ കുടീരം പണിയണം. ഷാജഹാൻ മുംതാസിന് വേണ്ടി താജ്മഹൽ പണിത പോലെ ഈ ചാൾസിന് വേണ്ടി നീ ഒരു അന്നാമഹൽ പണിയണം. ഇനിയെങ്കിലും പറയല്ലേ? അന്നയ്ക്ക് എന്നെ ഇഷ്ടം പറയേ, ഒന്ന് പറയേ പ്ലീസ്. ഞാൻ നോക്കിയേ, അന്ന മൗനമാണ്. മൗന സമ്മതം. ഇനി കാണിച്ചു ഇവരെന്നെ പൊക്കി ഓടി വേണ. ഇവരെ ഞാൻ സ്പ്രേ ആക്കും, പൊടി പോലും കാണില്ല കണ്ടുപിടിക്കാൻ. അയ്യോ, വാട്ടുപൂട്ടി. എന്താ അവിടെ? എന്താ ചന്തയോ? ഞാൻ അപ്പഴേ പറഞ്ഞ ക്യാൻറ്റീൻ ലീസിന് കൊടുക്കണ്ടെന്ന്. കാണാൻ നല്ല രസമുണ്ട് അല്ലേ? അത് രസമല്ല, മാറി. ഈശോയെ കഷ്ടപ്പെട്ടത് വെറുതെ ആവല്ലേ? അന്ന വെറുതെ ആയിപ്പോയി.
അൽഫോൺസാമ്മ സിസ്റ്ററാ. എന്നെ തരുന്നേ? എന്റെ പേന ഇവിടെ കളഞ്ഞു പോയിന്നേ. അയ്യോ, ഞങ്ങൾ കൂടെ നോക്കാം. എവിടാ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ കൂടുതൽ വെളിച്ചെടുത്ത് പോയി തപ്പിക്കോളാം. അതിന് പേന പോയത് ഇവിടെ അല്ലേ സിസ്റ്ററെ? പക്ഷെ ഇവിടെ വെളിച്ചം കുറവാണല്ലോ. വെളിച്ചം കുറവാണെന്നോ? ഈ സിസ്റ്റർക്ക് എന്നെ വട്ടാണോ? ആയിരിക്കും. ഗുഡ് നൈറ്റ് സിസ്റ്റർ. വെരി ഗുഡ് നൈറ്റ്. എന്താ സിസ്റ്റർ മേലോട്ട് നോക്കി നിൽക്കുന്നത്? വാൽനക്ഷത്രം ഉണ്ടോന്ന് നോക്കിയതാ. ഈ സമയത്ത് വാൽനക്ഷത്രം കണ്ട സ്വർഗത്തിൽ പോകുന്ന റവറൻ ഫാദർ കണ്ടിക്കണ്ടോണം പറഞ്ഞത്. അത് ഫാദർ ചിലപ്പോ വെറുതെ പറഞ്ഞായിരിക്കും. അയ്യോ, ഞാൻ എന്റെ സമയം വെറുതെ കളഞ്ഞതേ. ഗുഡ് നൈറ്റ് സിസ്റ്റർ. ഗുഡ് നൈറ്റ്. ഞങ്ങള് വൈകുന്നേരം വെള്ളം ഒഴിച്ചാ സിസ്റ്റർ. അത് പിന്നെ എനിക്ക് അറിയില്ലേ. ഗുഡ് നൈറ്റ്. ഗോ ടു സ്ലീപ്. ഗോ ടു സ്ലീപ്. ഗുഡ് നൈറ്റ്. ഒരു തവണ ഗുഡ് നൈറ്റ് പറഞ്ഞല്ലേ, പോയി കിടന്നൂടെ? ഈ പിശാച് ഏത് റൂമിലാണാവോ? ആരാത്? ഞാനാ, അൽഫോൺസാമ്മ സിസ്റ്ററാ. ഞാൻ മേലെ ഇടാൻ പോവാണല്ലോ സിസ്റ്റർ. ഓ, അതിനെന്താ, ഞാൻ കൂടി വരാം. എനിക്കിതൊക്കെ സന്തോഷമുള്ള കാര്യങ്ങളാന്നേ. അയ്യോ സിസ്റ്റർ അവിടെ നിന്നാ മതി, ഞാൻ പുറത്തേക്ക് വരാം. എനിക്ക് അങ്ങനെയൊന്നും ഇല്ലാട്ടോ. എന്താ സിസ്റ്റർ കാര്യം? അത് ഞാൻ പലതവണ ആലോചിച്ചു. എങ്ങനെ പറയണ്ടേന്ന് എനിക്കറിയില്ല. എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ സിസ്റ്റർ. ഐ ലവ് യു അന്ന. സിസ്റ്റർ എന്താ ഭാവികളെ പോലെ സംസാരിക്കുന്നത്? ഞാൻ ലവിന് അഡിക്റ്റ് ആയി പോയി അന്ന. സിസ്റ്റർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോ എനിക്ക് പേടിയാവുന്നു. ഞാനുള്ളപ്പോൾ നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്ന അന്ന? എന്താ പറ്റിയത്? ഇവിടെയല്ല, ഇവിടെയാണോ? അവിടെയാ. എവിടെ? അന്നയുടെ റൂമിലാണെന്ന് തോന്നുന്നു. അന്ന, എന്ത് പറ്റി? ഒന്നുമില്ല, എന്തോ കണ്ട് പേടിച്ചു പോയതാ. എവിടെ? ഇല്ല, ഒന്നുമില്ല മത, സ്വപ്നാണെന്ന് തോന്നുന്നു. ശബ്ദം കേട്ട് എല്ലാരും പേടിച്ചു പോയി. ഇത് സ്വപ്നമൊന്നുമല്ല. തിരുവസ്ത്രം കിട്ടുന്നതിന് മുമ്പ് ദർശനങ്ങൾ ഇനി പലതും ഉണ്ടാകാം. എന്റെ ഈശോയെ, കള്ളമാരിൽ നിന്നും ദുഷ്ടമാരിൽ നിന്നും എന്റെ ഈ കുഞ്ഞാടിനെ നീ കാത്തോണമേ. കർത്താവിനെ മനസ്സിൽ ധ്യാനിച്ച് സമാധാനമായിട്ട് കിടന്നോളൂ. ഗുഡ് നൈറ്റ് അന്ന. ഗുഡ് നൈറ്റ്. അവര് പറഞ്ഞത് കേട്ടല്ലോ. ഭർത്താവിനെ മനസ്സിൽ ധ്യാനിച്ച് സമാധാനമായിട്ട് കിടന്നോളാൻ. ഭർത്താവെന്നല്ല, കർത്താവെന്നാ പറഞ്ഞത്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അന്നയ്ക്ക് എന്നെ ഇഷ്ടമാണെന്ന്. അതുകൊണ്ടല്ലേ യൂദാസിനെ പോലെ എന്നെ ഒറ്റക്കൊടുക്കാഞ്ഞത്? ഇഷ്ടമായിട്ടൊന്നുമല്ല. ഒരു പുരുഷൻ എന്റെ മുറിയിൽ കണ്ടാൽ എനിക്കുണ്ടാവുന്ന ചീത്തപ്പേരിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അന്ന് ഞാൻ ഈ മടുത്തിന്ന് പുറത്താവും. അത് പേടിച്ചാ കാട്ടിക്കൊടുക്കാഞ്ഞത്. അതൊന്നുമല്ല, എനിക്കറിയാം നീ എങ്ങനെ ചെയ്യില്ലെന്ന്. എന്റെ പൊന്നന്ന, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാൻ നിങ്ങളുടെ അന്നയല്ല, മഠത്തിൽ പഠിക്കുന്ന കുട്ടിയാണ്. എന്നെ സിസ്റ്റർ എന്ന് വിളിച്ചാ മതി. എങ്കിൽ എന്റെ പൊന്ന് സിസ്റ്ററെ ഞാൻ മദറാക്കും. അതെ, എന്റെ കുഞ്ഞുങ്ങളുടെ മദർ. നീ അവർക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന. ഐ ലവ് യു സോ മച്ച്, സോ മച്ച്. മാർഗരറ്റ് സിസ്റ്റർ ആണോ? മാർഗരറ്റ് മാർക്കറ്റിൽ പോയിരിക്കാ. ഞാൻ അൽഫോൺസ്. സിസ്റ്ററിന്റെ പേര് ഇതുവരെ കിട്ടിയില്ല. കിട്ടിയെങ്കിൽ ഞാൻ അവിടെ നടക്കോ? ഇതെന്താ സിസ്റ്ററിന്റെ ശബ്ദത്തിനൊരു മാറ്റം? അയ്യോ, ഭയങ്കര ലവബിൾ വോയിസ് അല്ലേ. ഒന്ന് നിന്നെ നോക്കട്ടെ. വേണ്ട. അയ്യോ, ഈ അൽഫോൺസ സിസ്റ്റർ അല്ലേ ഈ സിസ്റ്ററിന്റെ മീശ? കർത്താവിന്റെ അത്ഭുത പ്രവൃത്തിയാ. Praise the Lord, praise the Lord. കള്ളൻ, കള്ളൻ. എന്റെ ഈശോയെ, ഈ കഷ്ടപ്പാടിനൊക്കെ ബലം ഉണ്ടാക്കി തരണേ.
എന്തു പറ്റി നിനക്ക്? ഒന്നുമില്ല. മാതാവേ, ഈ കുട്ടിക്ക് എന്നെ പറ്റി? ദൈവവിളി കിട്ടി കാണും. ദൈവവിളിയല്ല, ഇത് സാത്താന്റെ വിളിയാ. സോളമന്റെ ഉത്തമ ഗീതം 1-ാം വചനം. അയാൾ അധരങ്ങൾ കൊണ്ട് എന്നിൽ ചുംബനങ്ങൾ ചൊരിയട്ടെ, നിന്റെ പ്രേമം വീഞ്ഞിലും മധുരതരം. സ്ത്രീകളിൽ പരമസുന്ദരി നിന്റെ പ്രിയൻ എവിടെ പോയി? ജെറൂശലം പുത്രിമാരെ, മൊത്തത്തിൽ അയാൾ മനോഹരൻ. Well done, my poor boys. വംശനാശം വന്ന എന്റെ കുടുംബത്തെ രക്ഷിച്ചതിന് ഞാൻ എങ്ങനെ നന്ദി പറയണം? നന്ദി പറയായിട്ട് വേണ്ട, പണമായിട്ട് മതി. ഹലോ, പണമൊക്കെ അന്യെ കൊണ്ടുവന്നതിന് ശേഷം ഈ ഹെൻറി എന്ന കൺട്രി ഇനി മിണ്ടാൻ പാടില്ല. അച്ചായൻ തെണ്ടും. ഞാൻ എന്റെ പാട്ടിന് പോകും. എന്റെ അന്നമോളെ സൃഷ്ടിച്ചത് ഞാനാണെങ്കിലും ജനിപ്പിച്ചത് നീയാ. അപ്പൊ ഞാൻ ഇനി തന്തയായിട്ട് അഭിനയിക്കണം? അതല്ല, പുനർജനിപ്പിച്ച കാര്യം പറഞ്ഞത്. പൗലോചൻ നല്ല ഫിറ്റ, മുള്ളിട്ട് മുറിയിൽ പോയി കിടന്നുറങ്ങും. യുവമാരോട് ബിസിനസ് ഞാൻ സംസാരിക്കും. You shut up. എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമാണെന്ന്. അതുണ്ടാക്കി തന്ന ഇവരോട് സംസാരിച്ച് എനിക്ക് മരിക്കണം. അത് ഉണ്ടാക്കി തന്നത് ഞാനാ. ഈ പരട്ടകളെ പരിചയപ്പെടുത്തിയത് അഡ്വാൻസ് കൊടുപ്പിച്ചത് ഞാനാ. എന്നാ പിന്നെ തനിക്ക് പോയി പ്രേമിച്ച് വളയ്ക്കാൻ മേലായിരുന്നോ? അതിന് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, ഈ പുരുഷരത്നം. മണിരത്നത്തിന്റെ അനിയനാ. ഇതുപോലെ തരംതാണ് ചെറ്റത്തരത്തിന് എന്നെ കിട്ടൂല. എഴുന്നേക്കടാ, എഴുന്നേക്കടാ. എന്റെ മോളെ പ്രേമിക്കുന്നത് ചെറ്റത്തരമാണോടാ? അയ്യോ, അതിനുള്ള യോഗ്യത ഈ ചെറ്റക്കില്ലെന്നാ പറഞ്ഞു. അപ്പൊ ചാൾസ് മോനെ, എന്താ മോനെ? നീ എന്റെ മോളെ എപ്പോ കൊണ്ടുവരും? നാളെ രാവിലെ ഇതേ ഹോട്ടലില് റൂം നമ്പർ 118 ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ചാൾസ്. എനിക്കും. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോയി രജിസ്റ്റർ മാരേജ് നടത്തണം. പിന്നെ ആർക്കും നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു പള്ളിയിൽ വെച്ച് കർത്താവിന് മാത്രം സാക്ഷി നിർത്തി ചാൾസ് എന്റെ കഴുത്തിൽ താലി കെട്ടണം. അതെന്തിനാ? അതോ എന്റെ ചാൾസിനെ എന്നിൽ തന്നെ കുരുക്കിയിടാൻ. ഞാൻ പോയി നമുക്ക് പോവാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടെ. ഇപ്പൊ തന്നെ പോണോ? എന്റെ ചാൾസിനെ കണ്ട് കൊതി തീർന്നില്ല. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോകാം. കുറച്ച് കഴിഞ്ഞാൽ ആകെ കൊളമാകും. അതെന്താ? അത് പിന്നെ വണ്ടി കിട്ടിയില്ലെങ്കിലോ? കൂടി വന്ന 10 മിനിറ്റ്, അതിനുള്ളിൽ കംപ്ലീറ്റ് ഓക്കെ. എന്തോക്കെ? ടിക്കറ്റ് ഓക്കെ. അന്നയുടെ മനസ്സിൽ ഒരു വിവാഹ ജീവിതത്തിനുള്ള കൊതിയും ആഗ്രഹങ്ങളും ഒക്കെ ശരിക്കും ഉണ്ടല്ലോ അല്ലേ? ചാൾസിന് ഇപ്പോഴും ഈ കാര്യത്തിൽ സംശയമാണോ? ഏയ്, അതുകൊണ്ടൊന്നുമല്ല. ഇല്ലെങ്കിൽ ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടതൊക്കെ ഒക്കെ വരികയാവും. ചാൾസ് ധൈര്യമായിട്ട് പോയി വരൂ. താങ്ക് യു. പോയി വരട്ടെ. എടാ മോനെ, വേണ്ട 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 വേണ്ട, ഇത് അമ്മ. അന്നയുടെ അല്ല, അതേ മുഖം. ഇവൻ ആരാണെന്ന് അറിയോ? ഇല്ല. ഇവനാണ് നമ്മൾ അന്നമോളെ വളച്ച് കല്യാണത്തിന് സമ്മതിപ്പിച്ച ശൃംഗാരി. ശൃംഗാരവേലൻ ഞാൻ അപ്പോയിന്റ് ചെയ്തത്. എടാ ചെറുക്ക, ശൃംഗാരത്തിനും കൂടിയിട്ടേ നീ വല്ല കുരുത്തക്കേട് എന്റെ കൊച്ചിനോട് കാണിച്ചിട്ടുണ്ടോ? നോ ബോഡി ടച്ചിങ്. തൊട്ടിട്ട് പോലുമില്ല. അമ്മച്ചിയാണ് സത്യം. തൊടാൻ അനവധി അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും തൊട്ടിട്ടില്ല. അതാണ് ചാൾസ്. പവിത്രയും പരിശുദ്ധയും കന്യകയുമായ നിങ്ങളുടെ മകളെ ഞാൻ മറത്തിന്ന് പുറത്തിയടിച്ചിട്ടുണ്ട്. ഇനി പറഞ്ഞ കാശെടുക്ക. എന്റെ മോക്ക് ആത്മീയ വിചാരമൊക്കെ മാറി ശരിക്കും ആണുങ്ങളോട് പ്രേമായോ? അതായി കാണും. ഇവൻ ആള് ജഗജാല കില്ലാടിയല്ലേ, അതുകൊണ്ടല്ലേ എല്ലാം ഞാൻ ഇവനെ തന്നെ ഏൽപ്പിച്ചത്. എല്ലാം നീ ശരിക്കും ശരിയാക്കിയിട്ടുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ ചോദിച്ചു എനിക്ക് നാണാവും. അമ്മച്ചി അങ്ങോട്ട് ചെന്ന് മോളെ ഇങ്ങ് കൂട്ടിക്കൊണ്ടുവാ. പ്രേമ വിവശയാണവൾ. എന്നാ നമുക്ക് അവളെ ഒന്ന് പോയി കാണാം. എനിക്ക് നാണമാവുന്ന അവളിപ്പൊ കാണാൻ. നീ പോയി കണ്ടാ മതി. കാശ് തന്നില്ല. നിക്ക്, ഇപ്പൊ തന്നെ ധാരാളം കാശ് പറ്റിയിട്ടുണ്ടല്ലോ, അതുപോലെ. കാര്യം കഴിഞ്ഞപ്പോ ഒരു മാതിരി മറ്റടുത്ത് വർത്തമാനം പറയരുത്. ജീവൻ പണയം വെച്ചിട്ടാ ഞാൻ ഈ പണി ചെയ്തത്, അറിയോ? എല്ലാം കൂടി 1 ലക്ഷം രൂപയുടെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ബാക്കി 2 ലക്ഷം രൂപ ഇപ്പൊ തരണോ അതോ ചാൾസിന്റെ തനിനിറം കാണണോ? നീ ശ്വാസം വിട് പോലെ, ശ്വാസം വിട്. പിന്നല്ലാണ്ട് നീ എന്നാ തനിനിറം കാണിക്കാനാ? പല കേസുകളായിട്ട് നീ എനിക്ക് 50,000 രൂപ തരാനുണ്ട്. അത് കുറച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോഴേ പൗലോച്ചോ പെണ്ണ് തിരിച്ചു മടത്തി കയറും. അല്ലെങ്കിൽ എന്റെ പുറകെ വാലാട്ടിപ്പട്ടി കണക്ക് ഞാൻ ഇങ്ങനെ കൊണ്ട് നടക്കും. എന്ത് വേണം ഇപ്പൊ? മോള് എന്നെ പോലെ ഒരുത്തന്റെ വെപ്പാട്ടി ആവൂന്ന് പറഞ്ഞ
പാലപലോസന എന്റെ നാണക്കേട്. നീ പിണങ്ങാതടാ മോനെ. അന്യം നിന്നുപോയ തറവാട് നിലനിർത്തിയവനാ നീ. ആ. ദാ ബാക്കി 2 ലക്ഷം രൂപ. താങ്ക് യു. അയ്യോ പൗലോച്ചേ, മൂടുണ്ടല്ലോ. നല്ല മണം. നോട്ട് തുടരുത്. ഇനി ഇതുപോലെ ആരെങ്കിലും എവിടെന്നെങ്കിലും ഇറക്കാനുണ്ടെങ്കിൽ എന്നെ തന്നെ ഏൽപ്പിക്കണേ. ഓക്കേ. ഛെ, എന്ത് ദ്രോഹമാ പൗലോച്ചൻ കാണിച്ചത്? ആ കാശ് എനിക്ക് തരാമല്ലായിരുന്നു. ഞാനല്ലേ ഐഡിയ പറഞ്ഞു തന്നത്. നമ്മൾ വാക്ക് പറഞ്ഞില്ലയോ? അതൊക്കെ ടിക്കറ്റിന്റെ ഒരു പ്ലേ അല്ലേ? ഓ അത് സാരമില്ല. എന്റെ കുടുംബം രക്ഷപ്പെട്ടില്ലേ? തനിക്ക് എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ഞാൻ തരാം. എന്നാ ഞാൻ പോയി മോളെ വിളിച്ചോണ്ട് വരാം. അതല്ലേ? അയ്യോ, ചതി പറ്റിയ ചതി പറ്റി. ഏ? നിന്നെ ഈ പ്രായത്തിൽ ആരാണ് ചതിച്ചത്? എന്നെയല്ല, നമ്മുടെ മോളെ. അത് പ്രേമിച്ചതിനിടയ്ക്ക് പറ്റിപ്പോയ ഒരു അബദ്ധമായിരിക്കും. ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. പ്രായം അതല്ലയോ? അതല്ല, അവൻ കൊണ്ടുവന്ന് നമ്മുടെ മോളെ അല്ല. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? സത്യ പറയുന്നത്. അത് ത്രേസ്യമായി ചേട്ടത്തേക്ക് മുറി തെറ്റിപ്പോയതായിരിക്കും. വാ പോലെ നമുക്ക് പോയി നോക്കാം. വാ ജയ. ഇതേതാ ഈ പെണ്ണ്? ഇത് തന്നെ അവൻ കൊണ്ടുവന്ന പെണ്ണ്. എന്നതാ വെച്ചതിന്റെ പേര്? അന്ന. അന്നേ ചാൾസിന്റെ കൂടെ വന്ന? അതെ. എന്റെ കർത്താവേ,